അപ്പൊ ഇങ്ങനൊരു സ്ക്രൂവിങ്ങിലാണ് നേപ്പാളിൽ ഇതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് ആക്കിയവര്. ഇന്റർനെറ്റ് ഓഫ് ആക്കിയപ്പോ അവരുടെ പിടിവിട്ടു പോയി. അതായത് യങ്സ്റ്റേഴ്സ് ജെൻസി എന്നുള്ള പിള്ളേർ അങ്ങോട്ട് കയറി ആ പ്രധാനമന്ത്രിനെ ഈ പറയുന്ന അതെല്ലാം കത്തിച്ചു, മൊത്തം തീയിട്ട് കോലാഹലമാക്കി എല്ലാം പൊളിച്ച് താഴ്ത്തിറക്കി. അപ്പൊ ആ ഒരു സിസ്റ്റം എന്തായാലും ഇന്ത്യയിലും വരും, കാരണം നാട്ടിലുള്ള കുറച്ച് പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബിസിനസ്സുകളാണെങ്കിലും ഏതൊരു സിസ്റ്റം ആണെങ്കിലും ഒരു 10-20 വർഷം മുമ്പ് അമേരിക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ രാജ്യത്തുണ്ട്. അതിന്റെ ജസ്റ്റ് ഒരു കോപ്പി മാത്രമാണ് ഇവിടുത്തെ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ LKG UKG എല്ലാം UK കൺസെപ്റ്റിൽ കൊണ്ടുവരാൻ പോകുന്നു. അതായത് നമ്മൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇന്ത്യക്കാര് താഴ്ത്തും, അതായത് ഈ പറയുന്ന വെളുത്ത ആൾക്കാർ, തൊലി വെളുത്ത ആൾക്കാരെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ്. അത് തന്നെയാണ് മാതൃഭാഷ എല്ലാം സംസാരിക്കാൻ പാടില്ല നമ്മുടെ സ്കൂളിലല്ലേ, ഫൈൻ കിട്ടും നിങ്ങൾക്ക്. ഞാനൊക്കെ ഒരുപാട് ഫൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുതലേ അവരിങ്ങനെ സ്കൂൾ ചെയ്യണേ ഇംഗ്ലീഷ് കാര്യം സൂപ്പർ അടിപൊളി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം സ്വന്തം നാട് രാജ്യം എല്ലാം വിട്ടിട്ട് സായിപ്പന്മാരുടെ അടിയിൽ പോയി കിടക്കുന്നത്. അപ്പൊ ഇത് 1947 മുമ്പുള്ള കാര്യം തന്നെ ഇപ്പൊ 2024 നടക്കുന്നു. വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഡ്യൂക്കേഷന് പോയിട്ട് പഠിച്ചെന്ന് ജോലി പഠിക്കുന്ന ഒരു പേര് മാത്രം, എന്നിട്ട് അവർ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ വിടും. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ആ ഒരു മൈൻഡ് സെറ്റ് അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വലുതായി പോയപ്പോൾ അവർക്ക് ആ ഒരു ഉറപ്പായി, ഈ പറയുന്ന ഗവൺമെന്റ് ആണെങ്കിലും ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന മനുഷ്യരാണെങ്കിലും എല്ലാവരും ഞങ്ങൾക്ക് അടിമ. പക്ഷെ അവർക്ക് തെറ്റി, ഞാൻ അടിമയല്ല. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഇന്ത്യ എന്നുള്ള രാജ്യവും നമ്മുടെ പൈതൃകമായ രീതി തന്നെയാണ് പെർഫെക്റ്റ്. അത് എങ്ങനെയാണ് സയന്റിഫിക്കലി തന്നെ എനിക്ക് പ്രൂവ്ഡ് ആണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കുറെ വിഡ്ഢികളായ ആൾക്കാർ ഇപ്പൊ കൺവേർട്ട് ചെയ്ത് സിനിമ വഴിയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ദൈവമില്ല, ഞങ്ങളെല്ലാം എത്തിസ്റ്റ് ആണ്. ആ വിഡ്ഢികളെ ഏറ്റവും വലിയ വിഡ്ഢികൾ. അപ്പൊ അതിനെക്കുറിച്ച് പണ്ട് തന്നെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ദേവഗണവും അസുരഗണവും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അസുരഗണത്തിൽപ്പെട്ടവരാണ് അവരൊരിക്കലും ജീവിതത്തിൽ സക്സസ് ആയിരിക്കില്ല, അവർക്ക് സന്തോഷം ഉണ്ടായിരിക്കില്ല, സമാധാനം ഉണ്ടായിരിക്കില്ല, അവരെ കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അവരുടെ സ്വന്തം ജീവിതം തന്നെ നശിച്ചുകൊണ്ട് തന്നെ അവരത് ദൈവത്തിന് തലവെച്ചു കൊടുക്കും. ഈ പറയുന്ന കഴിഞ്ഞ ദിവസം സർവമായാലും നിവിൻ പോളി പോലും അല്ലെ ആ ഒരു ക്യാരക്ടർ ആയിരുന്നു, എത്തിസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പുള്ളി റിയൽ ലൈഫിൽ ദൈവവിശ്വാസിയാണ്, വളരെ നല്ല ദൈവവിശ്വാസി തന്നെയാണ്. അതാണ് ജീവിതത്തിൽ സക്സസ് ആയവരെല്ലാവരും ദൈവത്തിന് ആശ്രയിക്കുന്നവർ തന്നെ. ഞാനും ദൈവത്തിന് ആശ്രയിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ വിഡ്ഢികളെ തന്നെ സ്കൂൾ ചെയ്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ കൈ ചവിട്ടി ഒടിച്ചു പിള്ളേര്. ഓക്കെ, ഇതെല്ലാം വെറുതെ അല്ല, ഇതെല്ലാം മിറർ ന്യൂറോൺസ് വഴിയാണ്, ഹൈലി ന്യൂറോൺ സയൻസ് തന്നെയാണ്. അതായത് ഈ സിനിമ കാണും, തല്ലുമാല, ഈ പറയുന്ന മാർക്കോ, ഇതെല്ലാം കാണുമ്പോൾ പിള്ളേർക്ക് ആ ഒരു മെന്റാലിറ്റി വരും, ഇടിക്കല്, ഇതൊക്കെ ഹീറോയിസമാണ്. പക്ഷേ ഈ വിഡ്ഢികളായ സിനിമാ നടന്മാർ നേരിട്ടൊരു ഇടിയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻസ് ഒരു വാക്കുപോലും സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാരെ. ഇതെല്ലാം ഒരു ഡയറക്ടേഴ്സിന്റെ ഈ സിനിമയുടെയൊക്കെ ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും. പക്ഷെ നമ്മുടെ പിള്ളേർ ഇങ്ങനെ പരസ്പരം തല്ലി ചത്ത് കഞ്ചാവും മയക്കുകളും എല്ലാം അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന സാറ്റലൈറ്റ്സ്, ഇതിന്റെ ഏറ്റവും ടോപ്പ് ആൾക്കാർ സാറ്റലൈറ്റ്സ് തന്നെ. ഈ പറയുന്ന സിനിമാ നടന്മാരെ, ഈ പറയുന്ന ഡയറക്ടേഴ്സിനെയും എല്ലാവരും വെച്ച് ചെയ്യുന്ന അവർ തന്നെയാണ്. അപ്പൊ ഇതെല്ലാത്തിനും മൂലകാരണം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇതെല്ലാത്തിനുള്ള സൊല്യൂഷനും എന്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന ബാങ്ക് ആണെങ്കിലും, ഈ പറയുന്ന സിനിമയാണെങ്കിലും, ഈ പറയുന്ന ഗവൺമെന്റ് ആണെങ്കിലും, ജുഡീഷ്യറി ആണെങ്കിലും, ഇതെല്ലാവരും സ്കൂൾ ചെയ്യുന്ന 95% അവർ പ്രതികരിക്കാത്ത ആൾക്കാർ തന്നെയാണ്. ജനത പ്രതികരിക്കാത്ത വിഡ്ഢികൾ, നട്ടില്ലാത്ത ആൾക്കാർ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. പക്ഷെ അവരുടെ ആ ഒരു നാശം ഏറ്റവും അടുത്തെത്തി നിൽക്കുന്നു. ഓക്കെ, 2029 എത്തി നിൽക്കുന്നു. ഇതെല്ലാം സോൾവ് ചെയ്യുന്നതാണ്.